വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കുമ്പോൾ നമുക്കത് തികയാതെ വരും. വാടക കൊടുക്കലും കൂടിയാകുമ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ കാശ്, കറണ്ട് ബില്ല്, ടി വിയിലേക്ക് പൈസ കയറ്റുകയാണെങ്കിലും അത്യാവശ്യം കുട്ടികൾ ചിലവ് നടത്തിയാലും നമുക്ക് ഈ ചികിത്സ കൊണ്ടൊന്നും മതിയാവാതെ വരികയാണ്. സൂക്ഷിച്ചു നോക്കാനൊന്നുമില്ല. കേരളത്തിലെ KSRTCക്കാരുടെ അടുക്കളയിലെ കാര്യമൊക്കെ കുറച്ച് കഷ്ടത്തിലാണ്. 22 വർഷം ഗ്രീസ് പുരണ്ട ഗ്യാരേജിലായിരുന്നു ജീവിതം. ആരോഗ്യമുള്ള കാലമെല്ലാം KSRTCക്ക് വേണ്ടി പണിയെടുത്തു. പക്ഷേ ആവശ്യത്തിന് തരില്ല. എപ്പോഴെങ്കിലും തരുമ്പോൾ നമുക്ക് വാടകയ്ക്ക് താമസിക്കുന്ന വീടല്ലേ. 10,000 രൂപയാണ് ഇവർക്ക് കിട്ടുന്ന പെൻഷൻ. അതിൽ 3,500 വീടിന് വാടക മാത്രം അടയ്ക്കണം. അത്ര തന്നെ മരുന്നിനുമാകും. ഇടയ്ക്കിടയ്ക്ക് ഓട്ടോക്കാരനെ വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനുള്ള ചിലവ് വേറെയും. ഇവരോടൊക്കെ കടം പറയുന്നത് ഈ 10,000 രൂപ പെൻഷൻ കൃത്യമായി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. ഇത് ഇവർ താമസിക്കുന്ന 6ാമത്തെ വാടക വീടാണ്. പെൻഷൻ മുടങ്ങുമ്പോൾ വീട്ടിൽ നിന്നിറക്കി വിടും. പിന്നെ പുതിയൊരിടത്ത്. 3 മാസത്തിലധികമായി ഇവിടെയും വാടക കൊടുത്തിട്ട്. എത്ര നാൾ ഇവിടെ ഇങ്ങനെയെന്ന് അറിയില്ല. ഭാര്യ പാർവതിക്കും വയ്യാതായി തുടങ്ങി. പ്രായം കൂടി വരികയല്ലേ. 2 ഗ്ലാസ് ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ പോലും എനിക്കത് ആരോഗ്യം കിട്ടുന്നില്ല. അത്രയും ബലക്ഷയം എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബലക്ഷയാണ് ഇപ്പോൾ ഏറ്റവും എനിക്ക് കൂടുതൽ. 8 വർഷമായിട്ട് ഇയാളെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതും കൊറോണ വന്ന ശേഷം എനിക്ക് റെസ്റ്റ് കിട്ടിയിട്ടില്ല. AV മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.